കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പം നമുക്കിന്നൊരു അപ്പവും വെള്ളയപ്പവും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ മപ്പാസാണ് ഉണ്ടാക്കുന്നത്. അത് ചിലയിടത്തൊക്കെ ചിക്കൻ മപ്പാസ് എന്ന് പറയും, പപ്പാസ് എന്ന് പറയും, പിന്നെ ചിക്കൻ സ്റ്റൂ എന്ന് പറയും. എന്തായാലും നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അരിയാണ് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന അരി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1 കപ്പ് തേങ്ങ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ അരയ്ക്കും. ബാക്കി തേങ്ങ നാളെ രാവിലെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്താണ് അരച്ച് ചേർക്കുന്നത്. ഒത്തിരി അരയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യാവൂ. ഇപ്പം കുറച്ചരയ്ക്കണം, രാവിലെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അരച്ച് ചേർക്കണം. പിന്നെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിക്കാണ് ഞാൻ 1 കപ്പ് ചോറ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈസ്റ്റ് വേണം അതിന് വേണ്ടിയിട്ട്. പിന്നെ അതിന് ഞാൻ അപ്പത്തിന് ചേർക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇന്നലെ ഞാൻ തേങ്ങാവെള്ളത്തിനകത്ത് ഒരു നുള്ള ഈസ്റ്റും 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ കള്ള് കിട്ടില്ലല്ലോ. നാട്ടിലിത് വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ കള്ള് ഒഴിച്ചിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കള്ള് ഒഴിച്ചിട്ട് ക്രിസ്മസിന് അപ്പം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. അത് നമുക്കിവിടെ കള്ള് കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. തേങ്ങ വെള്ളത്തിനകത്ത് ഇച്ചിരി ഒരു നുള്ള ഈസ്റ്റും ഇച്ചിരി പഞ്ചസാര ഇട്ട് തലേദിവസം രാത്രി എടുത്ത് വെച്ചിരുന്ന് വെച്ചാൽ മതി. അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ആണ് അരച്ചെടുത്തേക്കുന്നത്. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ട, ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഇപ്പം ഞാൻ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ഇത് 1 കപ്പ് തേങ്ങയും കൂടെ ഇതിലൂടെ അരച്ച് ചേർക്കും. ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ 1 ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് വീഡിയോ ഒത്തിരി ലെന്തായി പോകുന്നതുകൊണ്ട് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ 2 പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളക്, എരി കുറച്ചുണ്ട്, അതെടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി എരിയുള്ള മുളകാണേ, അതുകൊണ്ടാണ് ഞാനിത് കുറച്ചെടുത്തിരിക്കുന്നത്. അഥവാ നിങ്ങളിത് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി ഇച്ചിരി കൂടുതൽ എടുക്കണം. പിന്നെ അതിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതിന് മല്ലിപ്പൊടി അരച്ചാണ് എടുക്കുന്നത്. വറക്കാത്ത മല്ലിപ്പൊടി വേണം ഇതിന്. നിങ്ങളുടെ കയ്യിൽ വറക്കാത്ത മല്ലിപ്പൊടി ഇല്ലെങ്കിൽ കുറച്ച് പച്ചമല്ലി കുതിർത്തിട്ട് അരച്ചാൽ മതി. അപ്പോഴാണ് ശരിക്കും ഇതിനുള്ള ടേസ്റ്റ് കിട്ടുക. അതിൻ്റെ കൂടെ ഞാനൊരു 10 കാജുവും കൂടെ അരയ്ക്കുന്നുണ്ട്. കാജുവും നമ്മുടെ പെരിഞ്ജീരകവും ഒരു സ്പൂൺ പെരിഞ്ജീരകവും കാജുവും പിന്നെ മല്ലിപ്പൊടിയും കൂടെ ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ ഗരം മസാല വേണം. പിന്നെ ഒരു പട്ടയും കുറച്ച് ഏലക്കായും 2-3 ഏലക്കായും കുറച്ച് കുരുമുളകും ഞാൻ മുഴുവനെ ഇടുന്നുണ്ട് ഈ കറിക്കകത്ത്. ഈ ഏലക്ക ഒരു 3-4 എണ്ണം കൂടുതൽ ഇടണം, ഒരു പട്ട ഇടണം, അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. പിന്നെ 3-4 ഉരുളൻകിഴങ്ങ് ഞാൻ പുഴുങ്ങി മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 സവാള മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് മതി. ഓൾറെഡി ചിക്കൻ ഞാനിവിടെ ഉപ്പും കുരുമുളകും ഒരു ഏലക്കായും ഒരു പട്ടയും കൂടി ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. പിന്നെ വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ശകലം ഞാൻ ചേർക്കുന്നുണ്ട്, ചിലർ ചേർക്കാറില്ല, ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ കടുക് വേണം, കറിവേപ്പില വേണം. ഇത്രയൊക്കെയാണ് ഇതിന് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഈ സവാള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വേണം ഇത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഉള്ളി വഴറ്റാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് പറയുകയാണ്. ഇത് മൈദയാണ്. ഈ മൈദ 2 സ്പൂണ് വറുത്തിട്ട് ഒന്ന് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം നിങ്ങൾ ഈ കറിയിൽ ചേർത്തിരിക്കണം. ഇതാരും അങ്ങനെ പറഞ്ഞു തരാറില്ല. വലിയ ഹോട്ടലുകളിലും എല്ലാം ഈ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കണം. ഭയങ്കര ടേസ്റ്റായിരിക്കും കറിക്ക്, വേറെ ഒരു ലെവലിൽ പോകും കറി. അതുകൊണ്ട് എല്ലാവരും ഇത് ചേർക്കണം. 2 സ്പൂൺ മൈദ ചേർത്തിരിക്കണം. അഥവാ നിങ്ങളുടെ ചിലർ ഇതിന് പകരം അരിപ്പൊടിയും കോൺഫ്ലവറും ഒക്കെ ചേർക്കും. പക്ഷെ ഞാൻ അങ്ങനെ ചേർത്ത് വെച്ചിട്ടും ഈ മൈദ ചേർക്കുന്ന അത്രയും ടേസ്റ്റും കറിക്ക് കൊഴുപ്പും കാണത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ചേർക്കാൻ മറന്നു പോകരുത്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു നുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് ലാസ്റ്റിൽ. ഇത് രണ്ടും ഞാൻ വിട്ടുപോയി, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിനകത്ത് ശകലം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പച്ചമുളക് കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2-3 ഏലക്കായും ഒരു പട്ടയും കുറച്ച് കുരുമുളക് മുഴുവനും ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ കാജുവും 1 സ്പൂൺ പെരിഞ്ചീരകവും ആ മല്ലിപ്പൊടിയും കൂടെ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ മിക്സിയിൽ. ഉള്ളി നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ അടച്ചു വെച്ചിരുന്നതുകൊണ്ട് മരം വിട്ടുപോയി പറയാൻ. കുറേ സാധനങ്ങളില്ല. അപ്പം 2 തക്കാളിക്ക ചേർക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ചിലരാരും ചേർക്കാറില്ല, പക്ഷേ ഞാൻ ചേർക്കുന്നുണ്ട്. അതും വിട്ടുപോയതാ പറയാൻ. നമുക്ക് ചിക്കനൂടെ വെന്ത ചിക്കനാണ്. ഇതുകൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ കിടന്നൊന്ന് ഇതിലോട്ട് ഈ ചിക്കൻ്റെയും കൂടെ ടേസ്റ്റ് ഉരുളൻകിഴങ്ങിലും ഇതെല്ലാം കൂടെ ഒന്ന് ആയി വരട്ടെ. അതിനുവേണ്ടി ഞാൻ വെന്ത ചിക്കനൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ ക്യാരറ്റ് കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ കിടന്നിട്ടൊന്ന് ആവട്ടെ. ഇതെല്ലാം വെന്തതായതുകൊണ്ട് പെട്ടെന്നായി കിട്ടും. കുറച്ച് കറിവേപ്പില ഇടാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ അരിഞ്ഞ് വെച്ചത് ഞാനിപ്പോൾ ചേർക്കത്തില്ല. ഇത് ലാസ്റ്റ് ഞാൻ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് ചേർക്കത്തേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കറുവാപ്പട്ട ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. നേരത്തെ ഒരു ഡിഷ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ചെറിയ തീ വെച്ച് കൊടുക്കണം. അപ്പം ഇതിനകത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ഇതിൻ്റെ ടേസ്റ്റ് ഈ ഉരുളൻകിഴങ്ങിലോട്ടും എല്ലാം ഇറങ്ങി വരും. ഇനി നമുക്ക് ഇതിലോട്ട് ഈ തേങ്ങാപ്പാൽ രണ്ടാം പാലൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ കിടന്ന് ഇതൊന്ന് തിളച്ച് വരണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മസാലകളൊക്കെ ചേർക്കുന്നത്. അപ്പോഴത്തേക്കിന് ഞാൻ ഈ 2 സ്പൂണ് റവ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. മൈദ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് 1 സ്പൂൺ ചേർത്താലും മതി, 2 സ്പൂൺ, അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ ചേർക്കാൻ വിട്ടു പോകരുത്, ചേർത്തിരിക്കണം. ഇത് തക്കാളിക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിക്ക് ഒത്തിരി വെന്തുടഞ്ഞു പോയൊന്നും വേണ്ട. ആ ഒരു ചെറിയ പുളി നമുക്ക് കിട്ടിയാൽ മതി. ഞാനിത് പല രീതിയിൽ വെക്കുന്നുണ്ട്. ഇങ്ങനെ ഞാനും വെക്കാറുണ്ട് പല രീതിയിൽ. ഇത് ഇങ്ങനെയാണ് ഞാൻ കൂടുതൽ സമയം വെക്കാറ്. നല്ല ടേസ്റ്റ്. നിങ്ങൾ ഇതുപോലെ തന്നെ വെക്കണേ. അതിനുശേഷം നമുക്കിതിലോട്ട് ഈ മല്ലിപ്പൊടിയും പെരുംജീരകവും കാജുവും കൂടെ ഞാൻ മിക്സിയിൽ അരച്ചെടുത്താണ്. അത് ഞാൻ പറഞ്ഞല്ലോ പച്ചമല്ലി തന്നെ എടുക്കണം. അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ച മൈദ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് 2 സ്പൂൺ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് കലക്കിയിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാണ്. ഇനി മസാല കലക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഇത്രയും ബാക്കിയുണ്ടായിരുന്നു. ഇതാണ് ഞാൻ എടുത്തത്. ഇതിനകത്താണ് ഞാൻ മസാല അരച്ചത്. ഈ വെള്ളം നമുക്ക് കറിക്ക് ചേർക്കാം. പ്രത്യേകിച്ച് വേറെ വെള്ളം നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. മൈദ ഇതിൽ ചേർത്തിട്ടുണ്ട് ഞാൻ. ഈ വെള്ളം വേണമെങ്കിൽ നമ്മുടെ ഈ ചിക്കൻ വേവിച്ച വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ ചെറുതായിട്ട്. നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ബാക്കി ചിക്കൻ്റെ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് എത്ര ലൂസ് വേണം ആ രീതി വേണം നിങ്ങൾ എടുക്കാൻ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് വാങ്ങിയിട്ട് നമുക്ക് ഇച്ചിരി മുളക് പൊടിയും എല്ലാം കൂടെ ഒന്ന് കടുക് വറുത്ത് ചേർക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ കടുക് വറുക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ആദ്യം ചേർത്താലും മതി. ഞാൻ ഈ ഒരു ലൂസിലാണ് എടുക്കുന്നത്. ഇതൊന്ന് തിളക്കട്ടെ. ഞാനിപ്പോൾ നമ്മുടെ ഈ 1-ാം പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ചെറിയൊരു തിള വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കറി ഓഫ് ചെയ്യാം.
ആ കളർ കണ്ടില്ലേ, നമ്മുടെ കറിയുടെ കളർ, ഈ കളറാണ് നമ്മുടെ മപ്പാസ് കറിക്ക് വേണ്ടത്. ഇനി നമുക്ക് വാങ്ങിയിട്ട് ഇതിനെ കടുക് വറുത്തൊഴിക്കാം. ഇതിനകത്ത് നമുക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇടുകയാണ്. 1 സ്പൂണ് കടുക് ചേർത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടി വരട്ടെ. നമുക്കിനി നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നീളത്തിൽ അരിഞ്ഞ് വെച്ചത് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്താലും മതി. എനിക്കിങ്ങനെ ചേർക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും കറിക്ക്. ഇതൊന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് മൂത്തതിന് ശേഷം ഒന്ന് ചുമന്ന് വന്നാൽ മതി. നല്ലതായിട്ട് ചുമന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് നല്ല കളർ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ കാജും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളൊരു പ്രാവശ്യം ഇതുപോലെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ഇതുപോലെ പപ്പാസ് കറി ഉണ്ടാക്കത്തുള്ളൂ. ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ കണ്ടോ, ഇത് നല്ലൊരു കളർഫുള്ളായി കിട്ടും. കറി കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റായത്. ഇനി നമുക്ക് ഇത് വാങ്ങി വെച്ചതിന് ശേഷം നമുക്കിനി നമ്മുടെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചത് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 1 മുറി തേങ്ങ ഇന്നലെ അരച്ചെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ബാക്കിയുള്ള തേങ്ങ ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്താണ് ഇതിനകത്തോട്ട് അരച്ചിട്ട് ചേർക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും തേങ്ങ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ആ വൈറ്റ് ഭാഗം മാത്രം എടുക്കണം. അകം തേങ്ങ പൊട്ടിച്ച് ഉള്ളിലോട്ടുള്ള ആ ബ്രൗൺ കളറിൽ എടുക്കരുത്. അപ്പം നമ്മുടെ ഇതുണ്ട് അരച്ചത് കണ്ട നല്ല വെള്ളയായിട്ടിരിക്കുന്നില്ലേ. ഇനി നിങ്ങൾ വെള്ളയപ്പം ഉണ്ടാക്കാനായാലും പാലപ്പം ഉണ്ടാക്കാനായാലും തേങ്ങ എടുക്കുമ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചോണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ല, പഞ്ചസാര ഇട്ടതാണ് ഇന്നലെ. ഞാൻ പഞ്ചസാര ചേർത്താണ്, തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാര ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. പിന്നെ നിങ്ങൾ ഉപ്പിടുമ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഉണ്ടാക്കുന്നതിനകത്ത് മാത്രം ഉപ്പ് ചേർക്കുക. പിന്നെ നിങ്ങൾ എടുത്ത് വെക്കുക. ഉപ്പ് ചേർത്തെടുത്ത് വെക്കാൻ പാടില്ല, അത് ശ്രദ്ധിച്ചോണം. അതിൻ്റെ ഒരു ടിപ്പാണ്. അത് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴായാൽ പോലും അങ്ങനെ വേണം. അപ്പോൾ ആ മാവ് ഇരുന്നിട്ട് വേറൊരു ലെവലിലെത്തും, പുളിച്ചിട്ട്. കണ്ടോ, ഈ ഒരു ലൂസിലാണ് വേണ്ടത്. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിനടുത്ത് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങും. ഇതിലോട്ട് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം. ഞാൻ ഇതിലാണ് ഇപ്പോൾ അപ്പത്തിൻ്റെ പാത്രത്തിൽ, വെള്ളയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ്, പാലപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കണ്ടോ ഒഴിച്ചിട്ട് മീഡിയം തീ വെച്ചിട്ടുണ്ട്. ഇതൊന്നായി വരട്ടെ. വേണമെങ്കിൽ നിങ്ങൾക്കിത് തിരിച്ചെടുത്തിട്ട് 2 വശവും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതെല്ലാം ഒരു വശം ഇങ്ങനെ പൊള്ളിച്ചെടുത്താലും മതി, കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങൾ ഉപ്പിട്ട് വെക്കാൻ പാടില്ല, മൊത്തം നമ്മൾ ഉണ്ടാക്കുന്നതിനകത്തേ ഉപ്പിടാവൂ. അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്നത് ഇതുപോലെ ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ല ടേസ്റ്റായിരിക്കും. ഈ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കുക ക്രിസ്മസിന്. പിന്നെ തേങ്ങ രാവിലെ പകുതി അരച്ച് ചേർക്കാവൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറി വെക്കുമ്പോൾ അതിൽ മൈദ ചേർക്കുന്ന കാര്യം മറക്കരുതാരും. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ അപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതായിട്ടുണ്ട് ഒരെണ്ണം. ഞാൻ ഒരു പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്തു. അടുത്ത് അതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. എണ്ണ ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഇതുകൂടെ എടുത്ത് മാറ്റാം. അതിന് ശേഷം അടുത്ത ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇനി ഞാൻ എല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് കാണിക്കാം. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ അപ്പവും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നോക്കിക്കേ എത്ര ഇതായിട്ട് അപ്പം ഉണ്ടാക്കി എടുത്തതെന്ന് നോക്കിയേ, എത്ര സ്മൂത്തായിട്ട് ഇത് കിട്ടിയെന്ന് നോക്കിയേ. ഇതുപോലെ എല്ലാവരും ഭയങ്കര ടേസ്റ്റുമാണ്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. താങ്ക് യു.